അടുത്ത പാഠം റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് മലയാളത്തിൽ പറഞ്ഞാൽ പ്രകാശത്തിന്റെ അപവർത്തനം. അപ്പൊ ഈ റിഫ്രാക്ഷൻ എന്ന വാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. അപവർത്തനം, മലയാളത്തിൽ അപവർത്തനം എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ് പഠിച്ചത്. പ്രതിപതനം, പ്രകാശത്തിന്റെ പ്രതിപതനം എന്ന ഒരു പ്രോപ്പർട്ടിയാണ് പഠിച്ചത്. പ്രകാശത്തിനെ പറ്റി ഉള്ള ഫിനോമിനൻസ് ആണ്, പ്രതിഭാസങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. പ്രകാശത്തെ കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിൽ വരുന്നതാണ് ഈ ചാപ്റ്റർ. കഴിഞ്ഞ ചാപ്റ്ററും ഈ ചാപ്റ്ററും. ഇനി അടുത്ത വരുന്ന ചാപ്റ്റർ പ്രകാശമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശം, പ്രകാശത്തിന്റെ അപവർത്തനം എന്നാണ് റിഫ്രാക്ഷന്റെ മലയാളം. പ്രകാശം കാണിക്കുന്ന ഒരു 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 പ്രോപ്പർട്ടിയാണ് ഈ ഒരു റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്രകാശം നമ്മൾ കാണിക്കുന്ന ഒരു പ്രതിഭാസം, ഫിനോമിനൻ ആണ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്നാണ് അതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആ ടേം ആദ്യം ഒന്ന് ഫെമിലിയർ ആക്കുക. റിഫ്രാക്ഷൻ, റിഫ്രാക്ഷൻ എന്നോട് തിരിഞ്ഞു പോകരുത്. റിഫ്ലക്ഷനും ഉണ്ട്, റിഫ്രാക്ഷനും ഉണ്ട്. റിഫ്ലക്ഷൻ നമുക്കറിയാം, പ്രകാശം എന്ത് ചെയ്യും, വന്ന് ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു പോകും. ഒപ്പാക്ക് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ തട്ടി അതാര്യമായ ഒരു വസ്തുവിൽ തട്ടി തിരിച്ചു പോകുന്ന ആ ഒരു പ്രതിഭാസമാണ് റിഫ്ലക്ഷൻ. ലോ ഓഫ് റിഫ്ലക്ഷൻ നമ്മൾ പഠിച്ചു. പിന്നെ റിഫ്ലക്ഷൻ പലതരം മിറേഴ്സിൽ നമ്മൾ പഠിച്ചു. റിഫ്ലക്ഷൻ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആണ് എന്ന് പറയുന്നത് മിറർ എന്ന് പറയുന്നത്, ദർപ്പണം എന്ന് പറയുന്നത്, കണ്ണാടി എന്നൊക്കെ നമ്മൾ പറയുന്നത്. പ്രകാശത്തിന്റെ ഏത് പ്രതിഭാസമാണ് ഉപയോഗപ്പെടുത്തുന്നത് ചോദിച്ചാൽ റിഫ്ലക്ഷൻ ആണ്. അതിൽ നിന്നാണ് നമ്മൾ ഗോളീയ ദർപ്പണങ്ങൾ അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. സ്ഫെറിക്കൽ മിറേഴ്സിൽ എങ്ങനെയാണ് റിഫ്ലക്ഷൻ, അവിടെ എങ്ങനെയാണ് ഇമേജ് ഉണ്ടാവുന്നത്, പ്രതിബിംബം ഉണ്ടാവുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ അതൊക്കെ റിഫ്ലക്ഷൻ ആണ്. റിഫ്ലക്ഷൻ പ്രതിപതനമാണ് ലൈറ്റിന്റെ. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് റിഫ്രാക്ഷൻ ആണ്. റിഫ്രാക്ഷൻ. അപ്പൊ എന്താണ് റിഫ്രാക്ഷൻ എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം. അപ്പൊ അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ഒരു ഫിഗർ തന്നെ കാണിച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ കാണിക്കുന്ന രീതിയിലാണ് അതിലും കാണിച്ചേക്കുന്നത്. നമുക്ക് ഒരാൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന അമ്പവില്ലോ ആണ് അവിടെ കാണിക്കുന്നത്. മീൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ദിശയിലേക്ക് അമ്പ ചെയ്യുമ്പോൾ എന്തേ കിട്ടുന്നുള്ളൂ, അപ്പുറത്തുള്ള തവളയെ മാത്രമേ അദ്ദേഹത്തിന് കിട്ടുന്നുള്ളൂ. അതായത് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തല്ല യഥാർത്ഥത്തിൽ ആ ഒരു വസ്തു ഉള്ളത്. അതാണ് എന്റെ കാര്യം. മീൻ രക്ഷപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്? അപ്പൊ അതിന് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ലേസർ എന്തെങ്കിലും എടുത്തിട്ട് ഒരു ലൈറ്റ് നല്ല കേന്ദ്രീകൃതമായിട്ട് വരുന്ന, ഫോക്കസ്ഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും ഒരു സോഴ്സ് എടുത്തു കഴിഞ്ഞാൽ, ലേസർ ഒക്കെ പോലുള്ള വസ്തുക്കൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് കാണാൻ പറ്റും. നമുക്കൊരു വെള്ളത്തിലോട്ട് അടിക്കുമ്പോൾ നമുക്ക് അതിന്റെ പാത്ത് നോക്കി, എയർ കൂടെ പോകുന്ന അതേ ദിശയിലല്ല വെള്ളത്തൂടെ പോകുന്നത്. അതുകൊണ്ട് എയർ കൂടെ പോകുന്ന ദിശയിലാണെങ്കിൽ ഇത് ഇങ്ങനെ വന്ന് നേരെ അങ്ങ് പോകണമായിരുന്നു. ഇവിടെ അങ്ങനെയാണോ? അല്ല. വെള്ളത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബെൻഡിങ്, ഒരു വളയൽ അല്ലെങ്കിൽ ആ പാതയ്ക്ക് ഒരു വ്യതിയാനം, ആ പാത്തിനൊരു ഡൈവർജൻസ് അല്ലെങ്കിൽ പാത്ത് ഡൈവർജ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡീവിയേഷൻ, ആ ഒരു വ്യതിയാനം കാണിക്കുന്നതിന്റെ കാരണം, ആ ഒരു കാരണമാണ് നമ്മൾ ഈ പറഞ്ഞ റിഫ്രാക്ഷൻ. ഇപ്പൊ റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവിയേഷൻ ഓഫ് ലൈറ്റ്. എപ്പോഴാണ് ഈ ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഈ ഒരു വ്യതിയാനം, പാതയിൽ ഉണ്ടാകുന്ന വ്യതിയാനം, ഡീവിയേഷൻ ഓഫ് പാത്ത് ഓഫ് ദ ലൈറ്റ്. ഡീവിയേഷൻ ഓഫ് പാത്ത് ഓഫ് ദ ലൈറ്റ് എന്താണ്? ലൈറ്റിന്റെ പാതയിലെ വ്യതിയാനം. എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? നോക്കട്ടെ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോഴാണ് ഈ ഒരു വ്യതിയാനം സംഭവിക്കുന്നത്. അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രകാശം സഞ്ചരിക്കുന്ന ഏതിലൂടെയാണോ അതാണ് അവിടുത്തെ മാധ്യമം. പ്രകാശം ഒന്നിലൂടെ സഞ്ചരിക്കുന്നില്ലെങ്കിൽ അതിനെ മാധ്യമം എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അത് ആധാര്യമായ വസ്തുവായിരിക്കും. അപ്പൊ പ്രകാശം കടന്നു പോകുന്ന വസ്തുക്കളിലാണ് നമ്മൾ ഏത് കാണുന്നത്? റിഫ്രാക്ഷൻ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശം കടന്നു പോകുന്ന സുതാര്യമായ വസ്തുക്കളിലാണ്. ഓക്കെ, അപ്പൊ പ്രകാശം കടന്നു പോകുന്ന വസ്തുവായിരിക്കണം റിഫ്രാക്ഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. അപ്പൊ പ്രകാശം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും, അതായത് ആ മെറ്റീരിയൽ തമ്മിൽ വ്യത്യാസം വേണം. അപ്പൊ എയർ കൂടെയാണ് ഇവിടെ കടന്നു പോയത്. പിന്നെ അത് എന്തിലോട്ടായി? വാട്ടറിലോട്ടായി. കണ്ട? അപ്പം എയറിൽ നിന്ന് വാട്ടറിലോട്ട് ഒരു ചേഞ്ച് ഉണ്ടായി. പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ച് വരികയായിരുന്നു എയറിലൂടെ, വായുവിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വരുന്നു. പെട്ടെന്ന് അത് എന്തിലോട്ട് മാറി? വെള്ളത്തിലോട്ട് മാറിയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പാതയിലുള്ള വ്യതിയാനം സംഭവിച്ചത്.
അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ റിഫ്രാക്ഷൻ എന്താണെന്ന് പറയാം. എന്താണ്? വ്യത്യസ്ത മാധ്യമങ്ങൾ കൂടി പ്രകാശം കടന്നു പോകുമ്പോൾ അതിന്റെ പാതയിൽ എന്തുണ്ടാവും? വ്യതിയാനം ഉണ്ടാവും. ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ ലൈറ്റ് പാസ് ചെയ്ത് പോകുമ്പോൾ ലൈറ്റിന്റെ പാത്തിന് എന്തുണ്ടാവും? ഡീവിയേഷൻ ഉണ്ടാവും. ഈ ഡീവിയേഷൻ നടക്കുന്ന ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ്, ഈ ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ, അഥവാ മലയാളത്തിൽ നിന്ന് പറയും അപവർത്തനം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ആവർത്തനത്തിന് ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആദ്യം പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് ആൻഡ് ഒപ്റ്റിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഓക്കെ, പ്രകാശത്തിന്റെ വേഗതയും ഒപ്റ്റിക് ഡെൻസിറ്റി, പ്രകാശിക സാന്ദ്രതയും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം, ഇവിടെ മീഡിയ ഏതൊക്കെയുണ്ട്? വാക്വം, വാക്വത്തിന്റെ സ്പെല്ലിംഗ് ഓക്കെ, VACUUM ആണ്. വാക്വം, ദെൻ വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്. വാക്വം എന്ന് പറഞ്ഞാൽ ശൂന്യത, എയർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് വാക്വം. ഓക്കെ, വാട്ടർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെള്ളം, ഗ്ലാസ്, ഡയമണ്ട്. അതിൽ കൂടെയൊക്കെ ഉള്ള ലൈറ്റിന്റെ സ്പീഡാണ് കാണിച്ചിരിക്കുന്നത്, മീറ്റർ പെർ സെക്കൻഡിലാണ് കാണിച്ചിരിക്കുന്നത്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്, വലിയ സ്പീഡാണ് ലൈറ്റിന്. ഇപ്പൊ ലൈറ്റിനെക്കാളും സ്പീഡ് കൂടിയ മെറ്റീരിയൽ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല, കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് ലൈറ്റ് പോകുന്ന മാക്സിമം സ്പീഡ്. അത് എവിടെ? വാക്വം, ശൂന്യതയിൽ കൂടെയാണ് ലൈറ്റ് മാക്സിമം സ്പീഡിൽ പോകുന്നത്. നമുക്ക് വാട്ടർ കൂടെ പോകുമ്പോൾ ആ സ്പീഡ് കുറയുന്നില്ലേ? 3 മാറി എത്രയായി? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഈ 3 × 10⁸ എന്ന് പറഞ്ഞാൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആട്ടോ. 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ലൈറ്റിന്റെ ശൂന്യതയിലോട്ടുള്ള വേഗത. ഏകദേശമാണോ? ഓക്കെ, എക്സാക്റ്റ് അല്ല, നമ്മൾ റൗണ്ട് ചെയ്ത് പറയുന്ന വാല്യൂ ആണിത്. അതുപോലെ വാട്ടറിൽ എത്രയാ? 2.2H. അപ്പൊ ഇതിന്റെ ഒന്നും വലിയ വ്യത്യാസമൊന്നും വരില്ല കേട്ടോ. പവർ 10⁸ തന്നെ രണ്ടിലും, ലക്ഷങ്ങൾ തന്നെ രണ്ടിലും. ഓക്കെ, കിലോമീറ്റർ പറഞ്ഞാൽ 2 ലക്ഷങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മീറ്ററിലാണ്, മീറ്റർ പെർ സെക്കൻഡിലാണ്. ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ആണെന്നാണ് പറയുന്നത്. 1 എണ്ണുമ്പോൾ 3 മീറ്റർ സഞ്ചരിക്കും. 1 എണ്ണുമ്പോൾ സാധാരണ എത്ര സെക്കൻഡ് എടുക്കും? 1 സെക്കൻഡ് അല്ലേ എടുക്കുന്നത് നോർമൽ സ്പീഡിൽ. ഓക്കെ, അപ്പോൾ ആ 1 എണ്ണുമ്പോൾ ലൈറ്റ് ഇതാണ്ട 3 × 10⁸ മീറ്റർ സഞ്ചരിക്കും വാക്വത്തിൽ കൂടെ. എയർ കൂടെ ഏകദേശം സെയിം ആയിട്ട് തന്നെ വരും. ഓക്കെ, വാട്ടറിലാകുമ്പോഴും അത് കുറഞ്ഞു. ലൈറ്റിന്റെ സ്പീഡ് കുറയ്ക്കാൻ ആ മാധ്യമത്തിന്, ആ വാട്ടർ എന്ന് പറഞ്ഞ മീഡിയത്തിന് കഴിയും. 2.25 ആക്കി. ഗ്ലാസ് ആയപ്പോൾ ഒത്തുകൂടെ കുറഞ്ഞു. കണ്ട, 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയി. കണ്ട, അത് അപ്രോക്സിമേറ്റ് ആണേ. ദെൻ ഡയമണ്ട് ആകുമ്പോഴോ? ഡയമണ്ട് ആകുമ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞു. എത്രയായി? 3ന്റെ പകുതിയാണ് 1.5. അതിനേക്കാളും കുറഞ്ഞു. എത്ര? 1.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റി? കുറയ്ക്കാനായിട്ട് പറ്റി. അപ്പൊ ഓരോ മീഡിയത്തിലും ലൈറ്റ് ഓരോ വേഗതയിലാണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഓരോ മീഡിയവും ലൈറ്റിനെ കടത്തി വിടുന്ന ആ ഒരു വേഗത എന്ന് പറയുന്നത് സെയിം അല്ല, എല്ലാത്തിലും ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഒരു മീഡിയത്തിന് ലൈറ്റിന്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. ഇങ്ങനെ ലൈറ്റിന്റെ വേഗതയെ സ്വാധീനിക്കാൻ ഒരു മാധ്യമത്തിന് എത്രത്തോളം കഴിയും എന്നുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെ വിളിക്കുന്ന പേരാണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ഇപ്പൊ പ്രകാശത്തിന്റെ വേഗതയെ എത്രത്തോളം ഒരു മാധ്യമത്തിന് സ്വാധീനിക്കാൻ കഴിയും, ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും, അങ്ങനെ ആ കഴിവിനെ വിളിക്കുന്ന പേരാണെന്ന് പറയുന്നത്. അങ്ങനെ എത്രത്തോളം കുറയ്ക്കാൻ കഴിയും എന്നുള്ള ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. then ഇംഗ്ലീഷ് നമ്മൾ പറഞ്ഞ എന്താ പറയാ, the characteristics of each medium influence the speed of light that passes through the respective medium. Optic density is a measure that how a medium influence the speed of light passing through. മലയാളത്തിൽ പറഞ്ഞതിന്റെ ഇംഗ്ലീഷ് ആണ് എഴുതിയിരിക്കുന്നത്. ഒരു മീഡിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചിരിക്കും അതിന്റെ സ്പീഡ്. ആ ഒപ്റ്റിക് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടൈം എന്താണ്? മീഡിയ എത്രത്തോളം സ്പീഡ് ഓഫ് ലൈറ്റ്, അതിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സ്പീഡ് ഓഫ് ലൈറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്നുള്ള ഒരു മെഷറാണ്, ഒരു അളവ് പോലാണ്. ഓക്കെ, ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ കൂടെ ഉള്ള ലൈറ്റിന്റെ സ്പീഡ് കുറവാണെന്നാണ്. തിരിഞ്ഞു പോകരുത്. ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ ഉള്ള സ്പീഡ്, ലൈറ്റിന്റെ സ്പീഡ് എന്താണെന്നാണ്? കുറവാണെന്നാണ്. അത് അത്രത്തോളം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ,
ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ വെച്ച് നമുക്ക് ഈ തന്നിരിക്കുന്ന മീഡിയങ്ങളെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അനുസരിച്ച് നമുക്ക് എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത അനുസരിച്ച് ആരോഹണ ക്രമത്തിൽ ഇൻക്രീസിങ് ഓർഡർ, അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലൊക്കെ എഴുതുക പറ്റത്തില്ലേ? അപ്പൊ ഇവിടെ ഇൻക്രീസിങ് ഓർഡറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക് ഡെൻസിറ്റി ഏറ്റവും കുറവുള്ള ആദ്യം എഴുതണം. ആരോഹണ ക്രമം എന്ന് മലയാളത്തിൽ പറയും. ഏറ്റവും കുറവുള്ളതാണ് ആദ്യം എഴുതാനുള്ളത്. പിന്നെ വലുതായി വരും. അതായത് അതിനേക്കാളും വലുത്, അങ്ങനെ ലാസ്റ്റ് എഴുതേണ്ടത് ഏറ്റവും വലുതാണ്. ഇവിടെ 4 മീഡിയങ്ങളേ ഉള്ളൂ. ഓക്കെ, ഈ 4 മീഡിയങ്ങളാണ് ബാക്കി എഴുതാനുള്ളത്. ഇപ്പൊ വാക്വം ആണ് ഏറ്റവും ചെറുത്. ഒപ്റ്റിക് ഡെൻസിറ്റി ഏറ്റവും കുറവാണ് വാക്വം. വാക്വത്തിന് നമുക്ക് ഒരു മീഡിയം ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. വാക്വം ഒരു മീഡിയം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ മാക്സിമം സ്പീഡ് ആയതുകൊണ്ട് അതിന് ഒട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് വാക്വം ആണ് ഏറ്റവും കുറവ്. അതിന് ഏകദേശം അടുത്ത് വരും എയർ. അപ്പൊ ഇവിടെ എയറിലാണ് തുടങ്ങിയിരിക്കുന്നത്. ബാക്കിയുള്ള മീഡിയംസ് ഇതിൽ പിറക്കി എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? എയർ ആണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞാൽ ഏതായിരിക്കും ഇവിടെ? വാട്ടർ, പിന്നെ ഗ്ലാസ്, പിന്നെ ഡയമണ്ട്. കാരണം ഈ എഴുതിയിരിക്കുന്നതെല്ലാം ആ ഒരു സ്പീഡ് ഡിക്രീസിങ് ഓർഡർ അല്ലേ? സ്പീഡ് കുറയുന്ന, ലൈറ്റിന്റെ സ്പീഡ് കുറയുന്നെന്ന് പറഞ്ഞ അർത്ഥം എന്താ? യഥാർത്ഥത്തിൽ വാക്വത്തിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന എത്രയാ? 3×10⁸ മീറ്റർ പെർ സെക്കൻഡാ. അതിന്റെ സ്പീഡിനെക്കാളും കുറയ്ക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ മീഡിയത്തിന് അത്രയും ഇൻഫ്ലുവൻസ് അതിന്റെ സ്പീഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഇൻഫ്ലുവൻസ് കൂടുതലായതുകൊണ്ടാണ് അതിന്റെ സ്പീഡ് കുറയുന്നത്. ആ ഇൻഫ്ലുവൻസ് കൂടുതലാകുമ്പോൾ സ്പീഡ് കുറയുന്നു. അതിന്റെ അർത്ഥം അതിന് എന്ത് കൂടുതലാണ്? ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതലാണ്. ആ ഇൻഫ്ലുവൻസിനെ വിളിക്കുന്ന പേരാണ്, ആ ഒരു സ്വാധീനത്തിനെ വിളിക്കുന്ന പേരാണ് എന്ന് പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ വാട്ടറിൽ 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പൊ അത് ഇതിനേക്കാളും കുറവാണ്. അതിനേക്കാളും കുറവാണ് ഗ്ലാസ്സിൽ. അതായത് ഗ്ലാസ്സിന് കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാൻ പറ്റും പ്രകാശത്തിന്റെ വേഗതയിൽ. ആരെക്കാളും? വാട്ടറിനെക്കാളും. അതുകൊണ്ട് നമുക്ക് പറയാം ഗ്ലാസ്സിന് വാട്ടറിനെക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പൊ എക്സാംസിന് നിങ്ങളെ കുഴപ്പിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു ടേബിൾ വന്നിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങൾ സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുതൽ കണ്ട് വാക്വത്തിന് എഴുതി വെക്കരുത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കുറവുള്ളതിനായിരിക്കും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതൽ. ആ ഒരു പോയിന്റ് മറന്നു പോകരുത്. അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഇത് ക്രമത്തിൽ അങ്ങ് എഴുതിയാൽ മതി. വാക്വം അങ്ങ് ഒഴിവാക്കി ബാക്കി വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് 3 ഫില്ല് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഏറ്റവും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവ് ഇവിടെ ഏതാ? വാക്വം ആണ് കേട്ടോ. വാക്വം കഴിഞ്ഞേ ഉള്ളൂ ഏത്? എയർ പോലും. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന്റെ ഡെഫിനിഷൻ ആണ് അടുത്ത ടേബിളിൽ കൊടുത്തേക്കുന്നത്. ഈ ടേബിളിൽ കൊടുത്തേക്കുന്നതൊക്കെ നിങ്ങൾ നോട്ടിലോട്ട് മാറ്റാൻ ശ്രമിക്കുക. ഓക്കെ, ശ്രമിക്കുക, അല്ല നോട്ടിലോട്ട് മാറ്റുക. ഡെഫിനിഷൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. കാണാതെ എഴുതാൻ പറ്റിയിരിക്കണം. മനസ്സിലാക്കിയാൽ മതി, നമുക്ക് കാണാതെ എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ദാറ്റ് കോസസ് ദ ഡീവിയേഷൻ. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് കാരണം എന്തെന്നാണ് നമ്മളിപ്പം ഈ ഒരു കേസിൽ പറഞ്ഞത്. ഓക്കെ, നമ്മളിപ്പോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്തുകൊണ്ടാണ് ഇപ്പൊ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതിന് കാരണം എന്താണ്? ഈ ഒരു റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് പഠിക്കാനാണ്. ഈ റിഫ്രാക്ഷൻ നടക്കുന്നതിന്റെ കാരണമാണ് ആക്ച്വലി ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം. അതായത് ലൈറ്റ് എല്ലാത്തിലും കൂടെ ഒരു സ്പീഡിലല്ല പോകുന്നത്. ആ സ്പീഡിലുള്ള വ്യത്യാസമാണ് ആക്ച്വലി എന്തായിട്ട് മാറുന്നത്? അവിടുത്തെ പാത്തിലുള്ള, ലൈറ്റിന്റെ പാതയിലുള്ള ഡീവിയേഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ദ ഒപ്റ്റിക്കൽ ഡെൻസിറ്റീസ് ദാറ്റ് കോസസ് ദ ഡീവിയേഷൻ. ഇപ്പൊ എയർ തന്നെയാണെങ്കിലും അതിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ ചില ഭാഗങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഈ പാത്ത് ഡീവിയേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ പേരിലല്ല, ലൈറ്റിന്റെ സ്പീഡിലുള്ള വ്യത്യാസം അനുസരിച്ചാണ് ഈ ഒരു ഡീവിയേഷൻ കാണിക്കുന്നത്. അപ്പൊ പറയുമ്പോൾ നമ്മൾ വൺ മീഡിയം ടു അനദർ മീഡിയം എന്ന് പറയും, ട്രാൻസ്പാരന്റ് മീഡിയം എന്ന് പറയുമെങ്കിലും നമ്മൾ എയർ എന്ന് പറഞ്ഞ ഒരു മീഡിയം തന്നെ എടുത്തു കഴിഞ്ഞാൽ മീഡിയം എന്ന് തിരിച്ചു പറയണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരേ സ്പീഡ് ആയിരിക്കണം ആൾക്ക്, ലൈറ്റിന്. ഓക്കെ, നമ്മൾ എയർ എന്ന് പറഞ്ഞൊരു മീഡിയം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ലൈറ്റിന് ഒരു സ്പീഡേ പറയാവൂ. പല പല സ്പീഡുള്ള ഒരു സ്ഥലമാണെങ്കിൽ അതിന് അവിടെ എല്ലായിടത്തും വായുവാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ എയർ എന്ന് പറഞ്ഞാൽ പറ്റൂല, മീഡിയം ആയിട്ട് തിരിച്ച് പറയണം. മീഡിയം 1, മീഡിയം 2 അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ലാസ്റ്റ് പഠിക്കാനുണ്ട് കേട്ടോ. നക്ഷത്രങ്ങളുടെ ടിംഗ്ലിങ്ങിന് കാരണം ഈ ഒരു റിഫ്രാക്ഷൻ ആണ്. അപ്പോൾ പറയാം. അപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ഒരു ഡെഫിനിഷൻ പറയാം. when a ray light entering obliquely from one transparent medium to another, its path undergoes a deviation at the surface of separation. This is refraction. അപ്പൊ എന്താണ് അപവർത്തനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു റേ ഓഫ് ലൈറ്റ്, ഒരു പ്രകാശരശ്മി
എന്ത് ചെയ്യുന്നു, ഒരു ട്രാൻസ്പാരന്റ് മീഡിയത്തിൽ നിന്ന് മറ്റൊരു ട്രാൻസ്പാരന്റ് മീഡിയത്തിലോട്ട് പോകുന്നു. ഒരു സുതാര്യ വസ്തുവിൽ നിന്ന് മറ്റൊരു സുതാര്യ വസ്തു, അതായത് പ്രകാശം കടത്തിവിടുന്ന മീഡിയത്തിനെ വിളിക്കുന്നതാണ്. ഓക്കെ, പ്രകാശം കടത്തിവിടുന്ന ഒരു മാധ്യമം, ഒരു ട്രാൻസ്പാരന്റ് മീഡിയം, നമ്മൾ ഗ്ലാസ്, വാട്ടറൊക്കെ അങ്ങനെയുള്ള മീഡിയംസ് ആണ്. അങ്ങനെയുള്ള ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് ചരിഞ്ഞ് പതിക്കുമ്പോൾ, ചരിഞ്ഞ് പതിക്കുമ്പോഴാണ്, നോർമലായിട്ട് പതിക്കുമ്പോൾ അതിനകത്ത് ഈ ഒരു ഡീവിയേഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. 90 ഡിഗ്രിയിൽ വന്ന് വീഴുമ്പോൾ അങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിന്റെ പാത്ത് എന്ത് ചെയ്യും, അങ്ങനെ പതിക്കുമ്പോൾ ഡീവിയേറ്റ് ചെയ്ത് പോകും. എവിടെ വെച്ചാണ് ആ ഡീവിയേഷൻ സംഭവിക്കുന്നത്? ഡീവിയേഷൻ അറ്റ് ദ സർഫസ് ഓഫ് സെപ്പറേഷൻ. ആ സെപ്പറേറ്റ് ചെയ്യുന്ന ആ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ആ ഡീവിയേഷൻ. സെപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ എന്തോന്നിനെ സെപ്പറേറ്റ് ചെയ്യുന്ന, മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് വെച്ചാണ് ആ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്ലാസ് സ്ലാബ് ആണിത് കണ്ടോ, ഒരു ഗ്ലാസ് ലാബിൽ കൂടെ ലൈറ്റ് പാസ് ചെയ്ത് നോക്ക് കണ്ടോ, ഇവിടെ വെച്ചാണ് ഡീവിയേഷൻ നടക്കുന്നത്. ഈ ഒരു ലൈനാണ് അവിടുത്തെ മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ഇവിടുത്തെ മീഡിയം? വെളിയിൽ എയറും ഇത് ഗ്ലാസ്സും ആണ്, ഇതിന്റെ അകത്തും ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പൊ ഗ്ലാസ്സും എയറും ആണ് ഇവിടുത്തെ രണ്ട് മീഡിയങ്ങൾ. ഈ ഒരു ലൈനാണ് ഇവിടെ എയറിനെയും ഗ്ലാസിനെയും തമ്മിൽ വേർതിരിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഈ ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ചരിച്ച് പതിക്കുമ്പോൾ അവിടെ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവും, അതിന്റെ പാത്തിന് ഡീവിയേഷൻ ഉണ്ടാവും. ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ. ഇനി അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം, ഈ റിഫ്രാക്ഷൻ നടക്കാൻ കാരണം എന്താണ്? മീഡിയത്തിന്റെ രണ്ട് മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കുന്നത്. അത് നമ്മൾ പറയുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസം ഉണ്ടെന്നാണ്. ഓക്കെ, പിന്നെ ചരിഞ്ഞ് പതിക്കുമ്പോഴേ റിഫ്രാക്ഷൻ നടക്കുന്നുണ്ട്. ദെൻ ട്രാൻസ്പാരന്റ് മീഡിയം ആയിരിക്കണം, അതായത് ലൈറ്റ് കടത്തി വിടുന്ന മീഡിയം ആയിരിക്കണം. ദെൻ റിഫ്രാക്ഷൻ ഇൻ ഡിഫറെന്റ് മീഡിയ ആണ് അടുത്ത പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് പ്രിസത്തെയും ഗ്ലാസ് ലാബിലും അങ്ങനെയാണ്. ആ റിഫ്രാക്ഷൻ ജസ്റ്റ് വരച്ച് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗ്ലാസ് ലാബിലുള്ള റിഫ്രാക്ഷൻ, ഈ ഫിഗേഴ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പകുതി വരച്ചിട്ട് ബാക്കി ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഫിഗർ നിങ്ങൾ നോക്കി വരച്ച് പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കുകയാണ്, ലൈറ്റ് റേ ഇങ്ങനെ ചരിഞ്ഞ് വന്നിട്ട് ഈ ഡോട്ട് ഇട്ട് വരയ്ക്കുന്നതാണ് നോർമൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ലൈന് ഒരു ഇതിന് 90 ഡിഗ്രി വരയ്ക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ ആ ഒരു സെപ്പറേഷന് 90 ഡിഗ്രി. ഇവിടെ ഇപ്പൊ ഗ്ലാസ് ലാബ് നമുക്ക് ഇവിടെ പേപ്പർ ഇങ്ങനെ വരയ്ക്കാനേ പറ്റും. ഇതിലിപ്പോ ഇങ്ങനെ ഒരു വര ഇട്ടിട്ട് അതിന് 90 ഡിഗ്രി ആയിട്ട് വരയ്ക്കുന്നത്. നമ്മൾ ഫിഗർ വരയ്ക്കുമ്പോൾ അങ്ങനെയാണ് നോർമൽ വരയ്ക്കുന്നത്. ഓക്കെ, റേയും ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്ന സർഫസിന് 90 ഡിഗ്രി. ഓക്കെ, അപ്പൊ ആ ആംഗിളിൽ വിളിക്കുന്ന പേരാണെന്ന് പതനരശ്മിയും നമ്മൾ കഴിഞ്ഞ പാഠത്തിലും പഠിച്ചു. പതനരശ്മി എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേയും നോർമലും തമ്മിലുള്ള ആംഗിൾ ഏതാ? ഐ അല്ലെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇവിടെ നമുക്ക് റിഫ്രാക്ട് ചെയ്ത് പോകുന്ന ഒരു റേ ഇല്ലേ, റിഫ്ലക്ട് അല്ല റിഫ്രാക്ട് ചെയ്ത് പോകുന്ന റേ അപവർത്തന രശ്മി എന്ന് മലയാളത്തിൽ പറയും. അപവർത്തന രശ്മിയും നോർമലും തമ്മിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, അപവർത്തന കോൺ. പതന കോണും അപവർത്തന കോണും, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും. ഇവിടെ ഐയും ആറും. ഓക്കെ, ഐയും ആറും. അപ്പൊ അത് രണ്ടും തുല്യമാണോ എന്ന് ചോദിച്ചാൽ തുല്യമല്ല. നമ്മൾ ലോ ഓഫ് റിഫ്ലക്ഷനിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എന്തായിരുന്നു? സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, തെറ്റിപ്പോകരുത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ഒരിക്കലും എന്താവില്ല, സെയിം ആയിട്ട് വരാറില്ല. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴോ, ഗ്ലാസ് നിന്ന് വെളിയിലോട്ട് പോകുമ്പോഴോ ലൈറ്റ് ഇങ്ങനെ അകത്ത് കുടുങ്ങി കിടക്കൂല. ലൈറ്റ് ഇവിടെ ഒരു സൈഡിൽ കൂടെ കയറി അടുത്ത സൈഡിൽ കൂടെ ഇറങ്ങി പോകും കേട്ടോ. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ പെട്ടെന്ന് തന്നെ അപ്പുറത്ത് ലീവ് ചെയ്ത് പോകും. അപ്പൊ അവിടെ നിന്ന് പോകുമ്പോഴും എന്ത് നടക്കും? ഇവിടെ ഒരു റിഫ്രാക്ഷൻ നടക്കും. ഈ ഡി സി എന്ന് പറഞ്ഞ ഈ ഒരു പാർട്ടിലും റിഫ്രാക്ഷൻ നടക്കും. ഇവിടെ പക്ഷേ എവിടെ നിന്ന് എങ്ങോട്ടാ പോയിരിക്കുന്നത്? അകത്തുനിന്ന് വെളിയിലോട്ട്, അതായത് ഗ്ലാസ്സിൽ നിന്ന് എയറിലോട്ട്. ഇവിടെയാണെങ്കിൽ എയറിൽ നിന്ന് ഗ്ലാസ്സിലോട്ട്. അപ്പൊ രണ്ടിടത്ത് നടന്ന റിഫ്രാക്ഷന് വ്യത്യാസമുണ്ട്. കണ്ടാടെ ഇവിടെ നോക്ക്, ലൈറ്റിന്റെ പാത്ത് ഇങ്ങനെയാണ് പോവായിരുന്നത് അല്ലേ? ഡ്രോ ചെയ്യാം നോക്ക്, ഇങ്ങനെ ഇവിടെ നിന്ന് നേരെയല്ലേ പോവാനുള്ള അല്ലേ? പക്ഷെ ഈ റിഫ്രാക്ട് ചെയ്ത റേ എന്ത് ചെയ്തു? അകത്തോട്ട് എന്ത് ചെയ്തു? മാറി. ഇവിടെ ആണെങ്കിലോ ഇവിടെ നേരെയല്ലേ പോവാനുള്ള അല്ലേടാ? ഇപ്പതാ ഈ റേ ഇങ്ങനെയല്ലേ പോവാനുള്ള, പക്ഷെ അത് വെളിയിലോട്ടല്ലേ പോയേക്കണ അല്ലേ? അപ്പൊ ഇവിടെ പറയാം നോർമൽ വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ പറയുന്നത്. നോർമലിലോട്ട് അടുത്താണ് വന്നേക്കുന്നത് അല്ലേ? നോർമലിനോട്ട് അടുത്ത്, ഈ ലംബത്തിനോട് അടുത്ത് വന്നേക്കുന്നു. ഇവിടെ ആണെങ്കിലോ ലംബത്തിൽ നിന്ന്
ഇവിടെ ലംബത്തിൽ നിന്ന് അഥവാ നോർമലിൽ നിന്ന് നോർമലിലേക്ക് അടുത്ത് വന്നിരിക്കുന്നു, ഇവിടെ നോർമലിൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ എല്ലാത്തരം റിഫ്രാക്ഷനും ഒരുപോലെ അല്ല. ചില റിഫ്രാക്ഷൻസിൽ ലൈറ്റ് റേ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യും, നോർമലിന് അടുത്തോട്ട് വരും. ചിലതിലാണെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകും. ആണ് രണ്ട് രീതിയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന് ഇവിടെ പ്രത്യേകിച്ച് റൂളൊന്നും പറയുന്നില്ല, അതുകൊണ്ട് നമുക്ക് അതൊക്കെ പറയാം. റൂളൊന്ന് പറഞ്ഞു പോവാം. അപ്പൊ ഞാൻ പറയാം, ഇവിടെ നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിനെ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിന് വിളിക്കുന്ന പേരാണ് റെയറർ മീഡിയം. ഇതാണ് റെയറർ മീഡിയം. റെയറർ എന്ന് എഴുതിയിട്ട് ആറോട് ഇട്ടാൽ റെയറർ മീഡിയം. റെയറർ മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞതാണെന്ന് പറയുന്നത് റെയറർ മീഡിയം. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിനെ വിളിക്കുന്ന പേരാണ്, ഇതിന് ഓപ്പോസിറ്റ് ആണ്, ഡെൻസർ മീഡിയം. ഇതാണ് ഡെൻസർ മീഡിയം. അപ്പോൾ റെയറർ മീഡിയം ഉണ്ട്, ഡെൻസർ മീഡിയം ഉണ്ട്. മലയാളം മീഡിയം ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. റെയറർ മീഡിയവും ഡെൻസർ മീഡിയവും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞത് റെയറർ, കൂടിയത് ഡെൻസർ. അപ്പൊ റെയറർ മീഡിയം ഉണ്ട്, ഡെൻസർ മീഡിയം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഒരു ലോ എന്ന് വെച്ചാൽ ഇതാണ്. നമ്മള് ഒരു കോഡ് കണക്ക് പഠിച്ചിരുന്നാൽ മതി. എന്താണ്, ഡെൻസറിൽ നിന്ന് റെയററിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ റിഫ്രാക്റ്റഡ് റേ എന്ത് ചെയ്യുന്നു, ലംബത്തിനോട് അടുക്കുന്നു, അഥവാ നോർമലിനോട് ടുവേർഡ്സ് ആയിട്ട് വരുന്നു. അപ്പൊ അതൊരു കോഡായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ്, RDT. എന്താണ് RDT? DDT ഒക്കെ ആലോചിച്ചാൽ ഇപ്പൊ RDT. ഓക്കെ, RDT ഉദ്ദേശിക്കുന്നത് എന്തുവാ, റെയററിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ, റെയറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ റിഫ്രാക്ട് ചെയ്ത റേ എന്ത് ചെയ്യും, നോർമലിനോട് അടുക്കും. ഓക്കെ, റെയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോഴുള്ള മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. റെയററിലെന്ന് പറഞ്ഞാൽ ഒപ്റ്റിക് ഡെൻസിറ്റി കുറവാ, അപ്പൊ നല്ല സ്പീഡിന് വരുന്ന ലൈറ്റാ. ഡെൻസറിലോട്ട് കയറുമ്പോൾ ഒപ്റ്റിക് ഡെൻസിറ്റി കൂടുതലാ, അപ്പൊ ആ ലൈറ്റിന്റെ സ്പീഡ് കുറഞ്ഞ് അത് എന്ത് ചെയ്യും, നോർമലിലോട്ട് അടുക്കും. ഓക്കെ, ആ നേരത്തെ പോയ ആ പാത്തിൽ നിന്ന് വ്യത്യാസം വന്ന് നോർമലിലേക്ക് എന്ത് ചെയ്യും, അടുത്തു പോകും. ഇനി തിരിച്ചാകുമ്പോഴോ സ്പീഡ് കൂടുതലേ ചെയ്യുന്ന റെയറിൽ നിന്ന് അഥവാ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ തിരിച്ച് ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നേ, സ്പീഡ് കൂടും. അതായത് ഡെൻസറിൽ അത്യാവശ്യം സ്പീഡ് കുറഞ്ഞാണ് പോകുന്നത്, റെയറിലോട്ട് വരുമ്പോൾ ഒപ്റ്റിക് ഡെൻസിറ്റി കുറവായിട്ട് മാക്സിമം സ്പീഡിൽ അങ്ങ് പോവാം. ആ മീഡിയത്തിൽ എത്രയും പറ്റുമോ അത്രയും, ഇതിനേക്കാളും ഭേദമാണ് എന്ത് ചെയ്യുന്നത് വെളിയിൽ വരുമ്പോൾ. അപ്പോൾ ഫ്രീ ആകുമ്പോൾ നോർമലിൽ നിന്ന് നിൽക്കാതെ നോർമലിൽ നിന്ന് അകന്നങ്ങ് പോകും. അപ്പൊ അകന്നു പോകുന്നതിന് എവേ, മലയാളം മീഡിയമാർക്ക് അകന്നു ആലോചിച്ചാലും മതി. അപ്പൊ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്തു പോകും, അകന്നു പോകുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളൊന്നും ആലോചിച്ച് വെച്ചേക്കുക. എന്താണ്, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ അടുത്ത് വരും, ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ അകന്നു പോകും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ ആണോ? അപ്പൊ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ അകന്നു പോകുന്നു, റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് പോകുമ്പോൾ അടുത്തു വരുന്നു. ദെൻ ആരെന്നാണ്, നോർമലിൽ നിന്ന്, ലംബത്തിൽ നിന്ന്. ഇവിടെ ആ ഒരു കാര്യമാണ് കാണുന്നത്. എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയം ആണ്, ഗ്ലാസ് എന്ന് പറഞ്ഞ ഡെൻസർ ആണ്. ഇപ്പൊ ഈ റെയറർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ ഒന്നും പറഞ്ഞാൽ പഠിക്കാൻ ഒക്കില്ല. ഡെൻസർ എന്ന് പറഞ്ഞ എക്സാമ്പിൾ റെയർ, മിക്കവാറും എയർ എന്ന് പറയുന്നത് ഒരു റെയറർ മീഡിയം ആയിരിക്കും. അതൊന്നും ആലോചിച്ച് വെച്ചിരുന്നാൽ മതി. എയറും വാക്വവും മിക്കവാറും കണ്ടീഷൻസിലെല്ലാം എന്തായിരിക്കും, റെയറർ മീഡിയം ആയിരിക്കും മിക്കവാറും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന രണ്ട് മീഡിയങ്ങൾ തന്നു കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്ത് വേണം പറയാൻ. ഒരെണ്ണം ഡെൻസറും ഒരെണ്ണം റെയററും. അപ്പം അതെന്ത് വെച്ച് കമ്പയർ ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ഒപ്റ്റിക് ഡെൻസിറ്റി വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്. സ്പീഡ് കൂടുതൽ, ലൈറ്റിന്റെ സ്പീഡ് കൂടുതലുള്ളത് റെയററും ലൈറ്റിന്റെ സ്പീഡ് കുറവുള്ളത് ഡെൻസർ മീഡിയം ആയിരിക്കും. തിരിഞ്ഞു പോകരുതെന്ന്. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിന് ലൈറ്റിന്റെ സ്പീഡിനെ സ്വാധീനിക്കാൻ കഴിവ് കുറവെന്നാണ്. അല്ല, ലൈറ്റിന്റെ സ്പീഡിനെ സ്വാധീനിക്കാൻ കഴിവ് കുറയുന്ന മീഡിയത്തെ വിളിക്കുന്ന പേരാണ് റെയറർ മീഡിയം. ആ കഴിവ് കൂടുതലുള്ള മീഡിയം ആണ് ഡെൻസർ മീഡിയം. അങ്ങനെ കഴിവ് കൂടുമ്പോൾ അതിന്റെ സ്പീഡും കുറയും, ലൈറ്റിന്റെ സ്പീഡ് കുറയും. ഓക്കെ, അപ്പൊ
അപ്പൊ ഈ രണ്ട് നിയമം ആലോചിക്കുക. ഇവിടെ നിന്ന് പോകുമ്പോൾ അതാണ് റയറർ മീഡിയ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറിലോട്ടാണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? അകന്ന് പോകുന്നു. അപ്പൊ ഇത്രയാണ് ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. അതായത് റിഫ്രാക്ഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ വരുന്നത് അവിടെയാണ്. ഇനി അടുത്ത് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു ഫിനോമിനലിലോട്ടാണ് പോകാനുള്ളത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ ലെൻസ് ഒപ്റ്റിക്സ്. ലെൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് കേട്ടോ. ലെൻസ് ഇതുവരെയാണ് ഇതിന്റെ ഫസ്റ്റ് ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുവരെ നമ്മൾ റിഫ്രാക്ഷനെ പറ്റിയുള്ള ഫിനോമിനൽസ് കാര്യങ്ങളൊക്കെയാണ്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ സ്ഫെറിക്കൽ മിറർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിച്ച പോലെ ലെൻസ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു ചാപ്റ്ററിനോളം ഉണ്ട്. ഓക്കെ, അത്രയും പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ റയറർ ടു ഡെൻസർ, ഡെൻസർ ടു റയറിന് കുറച്ച് എക്സാമ്പിൾസ് ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് നോക്കാം. എയറിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് പോകുന്നത്. എയറിൽ നിന്ന് വാട്ടറിലേക്ക്. അപ്പൊ ഏതാണ് ഡെൻസർ, ഏതാണ് റയറർ? എയർ ആണ് റയറർ മീഡിയം. എയർ ആണ് റയറർ മീഡിയം. ആരാണ് ഡെൻസർ മീഡിയം? അപ്പോ വാട്ടർ ആണ് ഡെൻസർ മീഡിയം അല്ലേ? അപ്പൊ ഇതെങ്ങനെ വരും? റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ അടുക്കുന്നു, RDT. റയറിൽ നിന്ന് ഡെൻസറിലോട്ട് പോകുമ്പോൾ ലംബത്തോട് അടുക്കുന്നു. അങ്ങനെയല്ലേ കാണിച്ചേക്കുന്നത് അല്ലേടെ? ഓക്കെ, ഇവിടെ ആകുമ്പോഴോ ഗ്ലാസ് ടു എയർ ആണ്. ഗ്ലാസ് ടു എയർ. ഗ്ലാസ് നേരിലോട്ട് പോകുമ്പോ എങ്ങനെയാ? ഗ്ലാസ് ഡെൻസർ മീഡിയം ആണ്. എയർ റയറർ മീഡിയം ആണ്. ഞാൻ പറഞ്ഞില്ലേ, എയർ മിക്കവാറും റയറർ മീഡിയങ്ങളായിരിക്കും. എയർ വാക്വത്തിന്റെ കൂടെ വരുമ്പോൾ മാത്രമേ എയർ ഡെൻസറും വാക്വം റയറും ആവും. ഓക്കെ, ഇവിടെ അങ്ങനെ എയറിനെക്കാളും ഡെൻസിറ്റി കുറഞ്ഞ വാക്വം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം അതിനേക്കാളും കൂടുതലായതുകൊണ്ട് അതെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ അതെല്ലാം ഡെൻസറാണ്. അപ്പൊ രണ്ട് മാധ്യമങ്ങളെ കമ്പയർ ചെയ്തേ ഒരെണ്ണം ഡെൻസറും ഒരെണ്ണം റയററും എന്നും പറയാവും. ഓക്കെ, അപ്പൊ ഗ്ലാസിൽ നിന്ന് എയറിലേക്ക് പോകുമ്പോൾ ഡെൻസർ ടു റയർ അകന്നു പോകും. ഇതാണ് നോർമലിൽ നിന്ന് അകന്നു പോകും. ഡ്രോ നമ്മൾ പറഞ്ഞു ഓർക്കാൻ വേണ്ടി എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കുന്ന കോഡാണ്. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ അകന്നു പോകും. യഥാർത്ഥ പാത്ത് ഇതായിരുന്നു, അതിൽ നിന്ന് അകന്നു പോകും. ഉണ്ടോ? ഇവിടെ ആയിരുന്നെങ്കിൽ യഥാർത്ഥ പാത്ത് ഇതായിരുന്നു, അതിൽ നിന്ന് അകത്തോട്ട് അടുത്ത് വരും, നോർമലിലോട്ട് അടുത്ത് വരും. ഇവിടെ ആണെങ്കിൽ നോർമലിൽ നിന്ന് ലംബത്തിൽ നിന്ന് അകന്നു പോകും. ഇനി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്ഷൻ നടക്കാത്തൊരു കേസാണ് ഇത്. നോർമലിലൂടെ ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ അതിപ്പോ ഏത് രണ്ട് മീഡിയം ആയാലും അതിനെന്ത് നടക്കില്ല? റിഫ്രാക്ഷൻ നടക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോകും. ദെൻ ഇവിടെ ആകുമ്പോഴോ ഗ്ലാസ് ടു വാട്ടർ ആകുമ്പോഴോ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്ക് ആകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് ഗ്ലാസ് ആണ് ഡെൻസർ. ഏതാണ് റയറർ? വാട്ടർ ആണ് റയറർ. നമ്മൾ നേരത്തെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ചെക്ക് ചെയ്ത് ഓർമ്മയുണ്ടാവും. വാട്ടറിലായിരുന്നു സ്പീഡ് ഓഫ് ലൈറ്റ് ഗ്ലാസിനെക്കാളും കൂടുതൽ. ഓർമ്മയുണ്ടോടെ? പാഠത്തിന്റെ തുടക്കത്തിൽ നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് പഠിച്ചപ്പോ കണ്ടോ, വാട്ടറിന് എത്ര ഉണ്ടായിരുന്നു? 2.25, ഗ്ലാസിനോ 2. അപ്പൊ വാട്ടറിലൂടെയുള്ള സ്പീഡാണ് കൂടുതൽ. വാട്ടറിലുള്ള സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവെന്നാ. അപ്പൊ അത് റയററും ഗ്ലാസ് ഡെൻസറും ആയി. അപ്പൊ അകന്നു പോകില്ലേ? അപ്പൊ ഇത് അകന്നു പോകുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ് പോവാറുള്ളത്. ഒറിജിനൽ പാത്തൊന്ന് കണ്ട അകന്നാണ് പോകുന്നത്, അടുപ്പിച്ച് വരാനില്ല. ഇനി നേരത്തെ കാണിച്ച കണ്ടീഷൻ തന്നെ ഇവിടെ. അതിപ്പോ എങ്ങനെ വന്നാലും നോർമലായിട്ട് വരികയാണെങ്കിൽ 90 ഡിഗ്രി വരികയാണെങ്കിൽ ഒരു ഡീവിയേഷനും ഉണ്ടാകത്തില്ല. അപ്പൊ ഈ ഫിഗേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ പകുതി മാത്രം വരച്ചിട്ട് നിങ്ങൾക്ക് ബാക്കി വരയ്ക്കാൻ ചോദിക്കും. അപ്പൊ അതെങ്ങനെ പോകുമെന്ന് നമ്മൾ ഈ ഒരു പറഞ്ഞ ലാവൊക്കെ വെച്ച് ഷോർട്ട് കട്ടൊക്കെ വെച്ച് കണ്ടുപിടിച്ച് ഇരിക്കണം. ഓക്കെ, അതിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളത് ടേബിൾ ചെയ്ത് കാണിക്കുക. അതുപോലെ ഇവിടെയും നമ്മൾ നേരത്തെ ഗ്ലാസ് ലാബിൽ വരച്ച പോലെ പ്രിസത്തിൽ എങ്ങനെയായിരിക്കും എന്ന് വരയ്ക്കുക. അപ്പൊ പ്രിസത്തിലാകുമ്പോൾ ഇങ്ങനെ ചരിഞ്ഞാണ് കിടക്കുന്നത്. അപ്പൊ അതിൽ പ്രൊട്രാക്ടർ വെച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി നിങ്ങൾ എന്ത് ചെയ്യണം? നോർമല്
നോർമൽ ഇതാ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും വരുന്നത്. നമ്മൾ നേരെ നോക്കുമ്പോൾ ചരിഞ്ഞായിരിക്കും വരുന്നത്. ആ ത്രികോണം ഒന്ന് ചരിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും